Friends, welcome back to our channel Wealthy Life. 25 ഓഗസ്റ്റ് 2021 ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്റ്റോക്കുകളും ആ സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട റീസെൻറ്റ് ന്യൂസ് അപ്ഡേറ്റുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്. ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട IT സെക്ടറിലെ ഒരു പ്രൊമിനൻറ്റ് സ്റ്റോക്കാണ് വിപ്രോ എന്ന സ്റ്റോക്ക്. വിപ്രോ എന്ന കമ്പനി ഇയോൺ എന്ന കമ്പനിയുമായി ചേർന്ന് മൾട്ടി ഇയർ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ രണ്ട് കമ്പനികളുടെയും ഫിനാൻഷ്യൽ ഏരിയയിലേക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനാണ് ഈ പാർട്ണർഷിപ്പ് വഴി ഇംപ്രൂവ് ആകുന്നത്. റേറ്റിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ ഇന്ന് നമുക്ക് ഒരുപാട് സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലെ ഒന്നാമത്തെ സ്റ്റോക്കാണ് ടാറ്റ സ്റ്റീൽ. ബ്രിക്ക് വർക്ക് റേറ്റിംഗ് ഏജൻസി ടാറ്റ സ്റ്റീലിൻ്റെ അൺസെക്യൂർഡ് നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചറിനും ബോണ്ട് ഇഷ്യൂവിൻ്റെയും റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതായത് AA എന്ന റേറ്റിംഗിൽ നിന്നും AA+ എന്ന റേറ്റിംഗ് ആണ് ബ്രിക്ക് വർക്ക് റേറ്റിംഗ് ഏജൻസി ടാറ്റ സ്റ്റീലിൻ്റെ അൺസെക്യൂർഡ് നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചറിനും ബോണ്ട് ഇഷ്യൂവിനും നൽകിയിരിക്കുന്നത്. അതുകൂടാതെ റേറ്റിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് ഡോളർ ഇൻഡസ്ട്രീസ്. ഡോളർ ഇൻഡസ്ട്രീസിൻ്റെ ലോങ് ടൈം ക്രെഡിറ്റ് റേറ്റിംഗിന് A+ എന്ന റേറ്റിംഗും ഷോർട്ട് ടൈം ക്രെഡിറ്റ് റേറ്റിംഗിന് A1+ എന്ന റേറ്റിംഗുമാണ് കെയർ എന്ന റേറ്റിംഗ് ഏജൻസി നൽകിയിരിക്കുന്നത്. ഇൻഡസ് ബാങ്കിനെയും നമ്മൾക്ക് റേറ്റിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇൻഡസ് ബാങ്കിൻ്റെ ടയർ 2 ബോണ്ടുകളുടെ റേറ്റിംഗ് AA+ എന്ന റേറ്റിംഗ് ആണ് ഇന്ത്യ റേറ്റിംഗ്സ് നൽകിയിരിക്കുന്നത്. റേറ്റിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് ബ്രിഗേഡ് എൻ്റർപ്രൈസസ്. നാഷണൽ റേറ്റിംഗ് ഏജൻസിയായ ക്രിസിൽ ബ്രിഗേഡ് എൻ്റർപ്രൈസസിൻ്റെ ലോങ് ടൈം റേറ്റിംഗ് ഫെസിലിറ്റീസിന് A എന്ന കാറ്റഗറിയിൽ നിന്നും A+ എന്ന കാറ്റഗറിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഫണ്ട് റൈസ് പോയിൻ്റ് ഓഫ് വ്യൂ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റോക്കാണ് ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ ബാങ്ക്. ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ ബാങ്ക് 100 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ ഇഷ്യൂ വഴിയാണ് ഈ കമ്പനി 100 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുന്നത്. അതുകൂടാതെ കോർപ്പറേറ്റ് ആക്ഷൻ പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ഗിലറ്റ് ഇന്ത്യ. ഗിലറ്റ് ഇന്ത്യ എന്ന കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 36 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള ഡിവിഡൻഡാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സെൻട്രം ക്യാപിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കമ്പനി അതിൻ്റെ എൻ്റയർ ബിസിനസ് ട്രാൻസ്ഫോർമേഷൻ്റെ പാതയിലാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് കമ്പനിയുടെ 2 ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയിൽ നിന്നും കമ്പനി അതിൻ്റെ എൻ്റയർ ബിസിനസ് സ്റ്റെപ്പ് ഡൗൺ സബ്സിഡറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതുകൂടാതെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ പ്രത്യേകമായും ഫോക്കസ് ചെയ്യേണ്ട സെക്ടറാണ് ഫെർട്ടിലൈസർ സെക്ടർ സ്റ്റോക്കുകളും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ സ്റ്റോക്കുകളും. അതായത് സെൻട്രൽ ഗവൺമെൻറ് 32,276 കോടി ഡൽഹി റെസിഡൻഷ്യൽ കോളനിയുടെ റീഡെവലപ്മെൻറ്റിന് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾക്ക് റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകളിലും പ്രത്യേകിച്ചും NBCC പോലുള്ള സ്റ്റോക്കുകളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. അതുകൂടാതെ ഫെർട്ടിലൈസർ സെക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ഫെർട്ടിലൈസർ കമ്പനികൾക്കുള്ള സബ്സിഡറി വർദ്ധിപ്പിക്കും എന്നുള്ളൊരു ന്യൂസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കും. ഇന്നലത്തെ ട്രേഡിംഗ് സെഷനിൽ വളരെ മികച്ച ഒരു പെർഫോമൻസ് നടത്തിയ സ്റ്റോക്കാണ് ബജാജ് ഫിൻസർവ് എന്ന സ്റ്റോക്ക്. ബജാജ് ഫിൻസർവ് എന്ന കമ്പനി മ്യൂച്വൽ ഫണ്ടുകൾക്കും അതുപോലെ തന്നെ AMC സെറ്റപ്പിനും ആവശ്യമായിട്ടുള്ള അപ്രൂവൽ സെബിയിൽ നിന്നും നേടിയെടുത്തതിൻ്റെ ഇമ്പാക്റ്റാണ് നമ്മൾക്ക് ഇന്നലെ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. വരും സമയങ്ങളിലും ഓട്ടോമൊബൈൽ സെക്ടർ പ്രത്യേകിച്ചും കാർ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ അണ്ടർ പെർഫോം ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതായത് മാരുതിയുടെ പ്രസിഡൻ്റായ ഭാർഗവയുടെ ലേറ്റസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നിന്നും കാര്യങ്ങൾ വളരെ വ്യക്തമാകും. പ്രസൻറ്റ് സിറ്റുവേഷനിൽ അദ്ദേഹം പറയുന്നത് ഓട്ടോമൊബൈൽ സെക്ടറിൽ പ്രത്യേകിച്ചും കാർ ഇൻഡസ്ട്രി സെക്ടറിൽ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ഇമ്പോസിബിൾ ആണെന്നാണ് പറയുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് സെമി കണ്ടക്ടർ ചിപ്പുകളുടെ അഭാവവും രണ്ടാമത്തേത് കാറുകളുടെ മെറ്റീരിയൽ കോസ്റ്റിൻ്റെ വർധനവുമാണ്. ഈ അവസരത്തിൽ ഓട്ടോമൊബൈൽ സെക്ടർ വരും സമയങ്ങളിലും അണ്ടർ പെർഫോം ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്കാണ് ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് എന്ന സ്റ്റോക്ക്. ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ് എന്ന കമ്പനി ഹിമാലയൻ ബോട്ടിൽ വാട്ടർ ഇംഗ്ലണ്ടിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾക്ക് സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അദാനി ഗ്രൂപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഡിഫൻസ് എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിങ് ചെയ്യുന്ന ബിസിനസ്സിലേക്ക് അദാനി ഗ്രൂപ്പ് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ്. PLR സിസ്റ്റം ഈ ബിസിനസ്സിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് വഴി അദാനി ഗ്രൂപ്പ് ഡിഫൻസ് എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിങ് ബിസിനസ്സിലും പങ്കാളിയാവുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്